ഡിഗ്രിക്ക് ചേരുമ്പോഴേ ഇത് കഴിഞ്ഞാൽ അടുത്തത് പുറത്തോട്ട് പോകാന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. നാട്ടിൽ നിൽക്കാവുന്ന തീരുമാനമൊന്നുമില്ല ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് അങ്കിൾ ഇങ്ങനെ ഒരു ബിസിനസ് പ്ലാനുമായിട്ട് വരുന്നത്. പരാജയപ്പെടുന്നതാണ് കൂടുതൽ പേരും അവകാശവാദം പറഞ്ഞത്. പറ്റില്ല, തുറന്നാൽ തോറ്റുപോകുന്നു പറഞ്ഞു. തോറ്റുവെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് ശരിയാണോ എന്ന് തോന്നി. കാരണം ആദ്യ ദിവസം രണ്ടാം ദിവസം ഒന്നും വലിയ രീതിയിൽ ആളുകൾ കയറലുണ്ടായിരുന്നില്ല. രാവിലെ വന്ന് ഷോപ്പ് തുറക്കുന്ന സമയത്ത് ഷട്ടർ എന്തോ ഒരു ജാമ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നി. എല്ലാവരും കൂടെ പ്രയാസപ്പെട്ട് പൊക്കി നോക്കുമ്പോൾ കാണുന്നത് ഫ്ലോറിൽ മൊത്തം ഫോണിൻ്റെ ബോക്സുകളും ചാർജറുകളും വെതറി കിടക്കുന്നതാണ്. കാരണം ഒരു റോബറി ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് രാവിലെ ഈ ഷട്ടർ പൊക്കിയതിൻ്റെ ശേഷം നമ്മളിത് കണ്ട് ഞാനും അങ്കിളും പറഞ്ഞ ബാബുക്കെ നമ്മളവിടെ ആ തറയിലിരുന്ന് കരഞ്ഞത് ഇപ്പോഴും മനസ്സിലുണ്ട്. കച്ചവടം ഓൾറെഡി ഇല്ല. 12ാം ദിവസം കടയും പൂട്ടി. അതെല്ലാം തിരിച്ചു കിട്ടി. എന്താ സംഭവിച്ചത്? റിക്കവർ ചെയ്യാൻ പറ്റുമോ? നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 21 വയസ്സുള്ള ഒരു പയ്യൻ പട്ടാമ്പിയിൽ നിന്ന് വണ്ടി കയറി കൊച്ചിയിലേക്ക് എത്തി. പഠിക്കുവാനെത്തിയതാണ്. പക്ഷേ അദ്ദേഹം പഠിച്ചത് സംരംഭമായിരുന്നു. സ്വന്തമായി ചെറിയൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങി. ഇന്ന് 9-ലധികം ഷോപ്പുകൾ. ഒന്നുമില്ലായ്മയിൽ നിന്ന് കോടികളുടെ വിറ്റുവരവ്. അത് മറ്റാരുമല്ല, ഫസൽ റഹ്മാൻ എന്ന പട്ടാമ്പിക്കാരൻ്റെ കഥയാണിത്. അദ്ദേഹമാണെന്ന് സ്പാർക്കിലെത്തിയിട്ടുള്ളത്. സ്വാഗതം ഫസൽ റഹ്മാൻ സ്പാർക്കിൻ്റെ വേദിയിലേക്ക്. താങ്ക് യു. പട്ടാമ്പിക്കാരനാണെന്ന് നമ്മുടെ ഇൻട്രോയിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. പട്ടാമ്പിയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തുന്ന കഥയും പറഞ്ഞിരുന്നു. എവിടെയാണ് പഠിച്ചതെല്ലാം? പട്ടാമ്പി തന്നെയായിരുന്നു. പഠിച്ചത് വളാഞ്ചേരി മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന കോളേജിലായിരുന്നു. അവിടുന്ന് ബികോം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ശേഷം നേരെ എറണാകുളത്തോട്ട് പഠിപ്പിച്ചായിരുന്നു. പഠിക്കുകയുണ്ടായിരുന്നു, കളിയുണ്ടായിരുന്നു. രണ്ടും കൂടി മിക്സ് ആയിരുന്നു. അത്ര മോശം സ്റ്റുഡൻ്റ് ഒന്നും അല്ല. വീണ്ടും കൊച്ചിയിലേക്ക് വണ്ടി കയറുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പഠിച്ചിരുന്ന സമയത്ത് തന്നെ IELTS എടുത്ത് പുറത്തോട്ട് പോകാമെന്നുള്ളതായിരുന്നു ആഗ്രഹം. കാരണം അന്നത്തെ ഒരു ട്രെൻഡ്, ഇന്നത്തെയും ട്രെൻഡ് പറയുമ്പോൾ ഒരു അബ്രോഡ് ലൈഫ് എന്നുള്ളതാണല്ലോ. അന്ന് തൊട്ടേ സ്വപ്നമായിരുന്നു ഒരു കാനഡയിലൊക്കെ ഒന്ന് പോയി ബാക്കിയുള്ള ലൈഫ് അവിടെ സെറ്റിൽ ആകുന്നുള്ളത്. അവർ പ്ലാനോട് കൂടിയിട്ടാണ് പട്ടാമ്പിന്ന് നേരെ ട്രെയിൻ എറണാകുളത്തോട്ട് കയറുന്നത്. വീട്ടുകാരുടെയൊക്കെ ആഗ്രഹപ്രകാരമായിരുന്നു? എല്ലാവരുടെ ആഗ്രഹം. കാരണം ഡിഗ്രിക്ക് ചേരുമ്പോഴേ ഇത് കഴിഞ്ഞാൽ അടുത്തത് പുറത്തോട്ട് പോകാമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. നാട്ടിൽ നിൽക്കാവുന്ന തീരുമാനമൊന്നുമില്ല. ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ എറണാകുളത്ത് എത്തി. IELTS ഫസ്റ്റ് ട്രയലിൽ പോയി. രണ്ടാമത്തേൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോറെല്ലാം കിട്ടി. പക്ഷേ ഈ സമയത്തെല്ലാം ഒരു 3-4 മാസത്തോളം വീട്ടിലോട്ടൊന്നും പോകലുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടുകാർക്ക് തന്നെ തോന്നി ഇവനെ കാനഡയിലോട്ട് വിട്ടാൽ ശരിയാവില്ല എന്നുള്ളത്. കന്നിനെ കായം കാണിക്കരുതെന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കും വന്നു. അങ്ങനെ അവർ എന്നെ ഇവിടെ പിടിച്ചു കെട്ടാൻ തീരുമാനിച്ചു. ആ സമയത്താണ് അങ്കിൾ ഇങ്ങനെ ഒരു ബിസിനസ് പ്ലാനുമായിട്ട് വരുന്നത്. ഈ അങ്കിൾ ബിസിനസ് പ്ലാനോട്ട് വരുമ്പോൾ എന്ത് പ്രായം ഉണ്ടായിരുന്നു? അന്നൊരു 21 വയസ്സായിട്ടുണ്ടായിരുന്നു. 21 വയസ്സുകാരനെ അങ്കിളിന് വിശ്വാസമായി ഒരു കച്ചവടമൊക്കെ ഏൽപ്പിക്കുക. ഓക്കെ. കാരണം പണ്ട് തൊട്ടേ വലിയപ്പാക്കൊക്കെ നാട്ടിൽ കച്ചവടമാണ്. അപ്പോൾ ഈ ശനി ഞായറും വലിയപ്പാടെ കൂടെ കടയിൽ പോകും. കാരണം അന്ന് ശനി ഞായറും കിട്ടുന്ന ഈ ചെറിയ എമൗണ്ട് കൊണ്ടാണ് ബാക്കിയുള്ള ദിവസം കോളേജിൽ പോകുന്നതും സ്കൂളിൽ പോകുന്നതും ഉച്ചക്കുള്ള ഫുഡ് കഴിക്കുന്നതെല്ലാം. അപ്പം അന്ന് തൊട്ടേ ഒരു കച്ചവടം ചെറിയൊരു ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അവർ കറക്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു. എന്തായിരുന്നു ഒരു പ്ലാൻ? എന്തായിരുന്നു? അങ്കിളിൻ്റെ തൊട്ടടുത്ത സുഹൃത്തായിരുന്നു റാഫിക്ക എന്ന് പറയും. നമ്മളെ തന്നെ പാർട്ണറാണ് ഐഹബിൻ്റെ. പുള്ളിക്കാരൻ ഓൾറെഡി സർവീസ് മേഖലയായിട്ട് അത്യാവശ്യം നല്ല കണക്ഷനും പുള്ളി സർവീസ് ടെക്നീഷ്യനും കൂടെയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഒരു ആപ്പിൾ പോലെയുള്ളൊരു ഡിവൈസിൻ്റെ ഒരു സർവീസ്. കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏതൊരു ടെക്നീഷ്യനും ഒരു ഐഫോണൊക്കെ തൊടുക എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ്. ഈ റാഫിക്ക തുറക്കുമായിരുന്നോ? റാഫിക്ക് ഏത് സാധനം തുറക്കും, എന്തും ശരിയാക്കും. എന്തും ശരിയാക്കുന്ന ഈസ് എ ജീനിയസ് എന്ന് പറയും. പുള്ളിക്ക് എന്ത് ഡിവൈസ് കിട്ടിയാലും പുള്ളിക്ക് തുറക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസാണ് അന്നത്തെ കാലത്ത് നമുക്കിവിടെ ടെക്നീഷ്യന്മാർക്ക് ഇല്ലാതിരുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു ആഗ്രഹമെല്ലാമായി നമ്മൾ നേരെ ഇവിടെ എറണാകുളത്ത് അറിയാലോ മൊബൈൽ ഹബ്ബ് എന്ന് പറയുമ്പോൾ പെൻഡാമേനകയാണ്. നേരെ പെൻഡാമേനകയിലോട്ട് ചെന്ന് നമ്മൾ ഈ ഒരു കൺസെപ്റ്റൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളെ സുഹൃത്ത് നമുക്ക് അറിയുന്ന പല വ്യക്തികളും നമ്മളോട് പറഞ്ഞു തന്നെ നിങ്ങൾ ഐഫോണിൻ്റെ മാത്രം തുടങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും കയറുമോ എന്നുള്ള രീതിയിൽ വരാൻ സംശയം. ഈ പെൻഡാമേനകയിലെല്ലാം ഉണ്ടല്ലോ, ഐഫോണിൻ്റെ മാത്രമായിട്ട് ഒരു ഷോപ്പ് പെൻഡയിൽ ഉണ്ടാവുമല്ലോ. പെൻഡയിൽ ഉണ്ടായിരുന്നോ അങ്ങനെ? പെൻഡയിൽ അങ്ങനെ ആപ്പിളിൻ്റെ മാത്രമായിട്ട് അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാം ചെയ്യുന്ന രീതിയിലായിരുന്നു എല്ലാ ഷോപ്പുകളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആപ്പിൾ മാത്രം തുറക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അത് ഫസലിന് തുറക്കാൻ അറിയാമായിരുന്നോ? ആപ്പിളിൻ്റെ ഫോണൊക്കെ ഊരാൻ അറിയാം? ഇല്ല. നമുക്ക് ഉപയോഗിച്ചുള്ള പരിചയം മാത്രമേ. ഇപ്പൊ അറിയാവോ? ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ തുറക്കും. അന്ന് വലിയ കാര്യമായിട്ട് അറിയില്ല. ഈ റാഫി തുറക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പെൻഡാമേനകയിലേക്ക് ചെന്നു. അപ്പൊ എല്ലാ ആൾക്കാരും പറഞ്ഞു സാധ്യമല്ലാത്തൊരു പരിപാടിയാണെന്ന് പറഞ്ഞു. ഇതിന്റെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കയറുമോ എന്നുള്ള. കാരണം മൾട്ടി ബ്രാൻഡായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ എന്തുണ്ട്, ഒരു സ്ഥാപനം നടന്നു പോകാനുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടണ്ടേ. കാരണം അന്നത്തെ കാലത്ത് ഒരു ഐഫോണിന്റെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളവരെ ആളുകൾ ചിന്തിച്ചിരുന്നു. ഇത് വിജയിക്കുമോ പരാജയപ്പെടുമെന്നാണ് കൂടുതൽ പേരും അവകാശവാദം പറഞ്ഞത്. ആരെങ്കിലും പറഞ്ഞോ നേരിട്ട് തോറ്റു പോകുന്നുള്ള മുഖത്തോട് നോക്കി പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ ബിസിനസ്സിലുള്ള ആളുകൾ വരെയുണ്ട്. സെയിം ഫീൽഡിലുള്ളവർ വരെയുണ്ട്. അവർക്ക് ഇന്ന് നമ്മുടെ പോലെ സെയിം സ്ഥാപനങ്ങളും ഉണ്ട്. പറ്റില്ല, തുറന്നാൽ തോറ്റുപോകുന്നു പറഞ്ഞു. തോറ്റുപോകുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ തിരിച്ച് പട്ടാമ്പിക്ക് പോയി? ഇല്ല,
നേരെ ഞങ്ങൾ ലൊക്കേഷൻ ഹണ്ടിന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പെൻഡാമേന എന്ന് പറയുമ്പോഴത്തേക്ക് അവിടേക്ക് ആളുകൾക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, കാരണം അറിയാലോ അത്യാവശ്യം ടൗൺ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വിട്ടിട്ട് നോക്കാമെന്നുള്ള രീതിയിലാണ് അന്ന് നമുക്കൊരു ലൊക്കേഷൻ തിരഞ്ഞ് നടന്നതാണ്. നമുക്ക് പാലാരട്ട എസ് എൻ ജംഗ്ഷനിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ കിട്ടിയത്. അങ്ങനെയാണ് പാലാരട്ടത്തെത്തി. പാലോടത്ത് എത്ര സ്ക്വയർ ഫീറ്റ് ഒരു സ്പേസ് എടുക്കും? 700 സ്ക്വയർ ഫീറ്റിലായിരുന്നു നമ്മൾ ഫസ്റ്റ് ഷോറൂം തുടങ്ങിയത്. അപ്പോൾ ഈ 21 വയസ്സുകാരനൊരു ചിലവുണ്ടല്ലോ, ഈ ഐഡിയയ്ക്ക് ഒരു കാശ് വേണമല്ലോ, ആര് കാശ് തന്നു? അന്ന് നമ്മുടെ മെയിൻ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെ ഓണേഴ്സ് തന്നെ, നമ്മൾ പാർട്ട്നേഴ്സായി വരുന്ന ബാബുക്ക, അലിക്ക, റാഫിക്ക, ഇവർ മൂന്നുപേരും നമ്മൾ ഓണേഴ്സ്, അവരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ അലിക്ക നമ്മുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോണാണ്. പല സമയത്ത് എന്തൊരു സപ്പോർട്ടിന് വേണമെങ്കിലും നമുക്ക് അലിക്കാനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് കിട്ടാറുണ്ട്. നിങ്ങൾ 21 വയസ്സുകാരനെ വിശ്വസിച്ചിട്ട് 3 പേര് ഇൻവെസ്റ്റ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. കാരണം എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എന്നാണ് ഞാൻ കരുതി. കാരണം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെല്ലാം ആ സമയത്ത് അയൽസ് പഠിച്ച് നേരെ കാനഡയിലോട്ട് കയറി. പക്ഷെ നമുക്കതായിരുന്നില്ല ആഗ്രഹം. ഒരു ഓണ്ടർപ്രണറായി ഇവിടെ തന്നെ ഈ കേരളത്തിൽ തന്നെ ഒന്നുമില്ല, എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി എടുത്ത് ഒരു 3 മണിക്കൂർ കൊണ്ട് നാട്ടിലെത്തണം ഒരാഗ്രഹമായിരുന്നു. അതുവരെയുള്ള രീതികളൊക്കെ മാറി വീണ്ടും ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു. ഷോപ്പ് ഓപ്പൺ ആക്കി. അന്നും ഐഹബ് എന്നാണോ പേരിട്ടത്? ഐഹബ് എന്ന് തന്നെയായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പേര്. ഹബ്ബ് എന്നുള്ള രീതിയിൽ അത് നമുക്ക് ആപ്പിൾ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ സെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റോറിൽ. അങ്ങനെ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ അങ്ങനെ ചെറിയ, കാരണം നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് ശരിയാണോ എന്ന് തോന്നി. കാരണം ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഒന്നും വലിയ രീതിയിൽ ആളുകൾ കയറലുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുന്നിടത്തോളം ആളുകൾ മെല്ലെ ഇങ്ങനെ കയറി വന്നു. അങ്ങനെ 12ാമത്തെ ദിവസം എത്തി. ഞാനാണ് ഷോപ്പ് തുറക്കുന്ന ആൾ. ഡെയിലി വന്ന് ഷോപ്പ് ഞാൻ തുറക്കുന്ന ആൾ. കാരണം ഇന്നത്തെ പോലെയല്ല, അന്നൊരിട്ട് ഷോറൂമല്ലേ ഉള്ളൂ. നമ്മൾ വന്നവർക്കും കൂടെ സ്റ്റാഫുകളുണ്ടാവും. രാവിലെ വന്ന് ഷോപ്പ് തുറക്കുന്ന സമയത്ത് ഷട്ടർ എന്തോ ഒരു ജാമായ പോലെ നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നി. അപ്പോഴത്തേനും ഇപ്പോൾ ഉള്ള സ്റ്റാഫ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരെ വിളിച്ചു കൊണ്ടുവന്നു. ഷട്ടർ ബെൻഡായിരുന്നു. എല്ലാവരും കൂടെ പ്രയാസപ്പെട്ട് പൊക്കി നോക്കുമ്പോൾ കാണുന്നത് ഫ്ലോറിൽ മൊത്തം ഫോണിൻ്റെ ബോക്സുകളും ചാർജറുകളും വെതറി കിടക്കുന്നതാണ്. കാരണം ഒരു റോബറി ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അറിഞ്ഞത് ബീഹാറികളായിരുന്നു. അവർ ഫോണിൻ്റെ ബോക്സും ചാർജറും എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ബാഗിലാക്കി കൊണ്ടുപോകണമെങ്കിൽ വലിയ ബാഗുകൾ വേണം. ഇതെന്ത് ചെയ്തു, ഇതെല്ലാം അവിടെ ഉപേക്ഷിച്ച് ഫോണുകൾ മാത്രം, ഏകദേശം FIR കാണിച്ച് 110 ഫോണുകളാണ് അന്ന് നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നത്. അതിൽ 1 ലക്ഷത്തിന് രൂപ വില വരുന്ന ഐഫോണും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഫോണുകളും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. 12ാമത്തെ ദിവസം മറ്റേ പുള്ളി പറഞ്ഞ കച്ചവടം ഓൾറെഡി ഇല്ല. 12ാമത്തെ ദിവസം കടയും പൂട്ടി. അതിൽ പകുതിയും കമ്പനിയുടെ കാശ്. അറിയാലോ, കമ്പനികൾ ക്രെഡിറ്റിൽ തരുന്ന ഫോണുകളാണ്. ഇനി അടുത്ത ബില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനികൾക്ക് പോയ ഫോണിൻ്റെ കാശ് കൊടുക്കണം. ചിരിച്ചുകൊണ്ട് പറയണ്ടെങ്കിൽ അന്നത്തെ ഒരു അവസ്ഥ ഇപ്പോഴും ഇവിടെ ഉണ്ട്. എങ്ങനെയായിരുന്നു അത്? അയ്യോ, ഒന്നും പറയണ്ട. കാരണം ഇത് സംഭവിച്ചതിൻ്റെ അന്ന് രാവിലെ ഈ ഷട്ടർ പൊക്കിയതിൻ്റെ ശേഷം നമ്മളിത് കണ്ട് ഞാനും അങ്കിളും പറഞ്ഞ ബാബുക്കെ നമ്മളവിടെ ആ തറയിലിരുന്ന് കരഞ്ഞത് ഇപ്പോഴും മനസ്സിലുണ്ട്. പിന്നെ ഫോറൻസിക്കായി പോലീസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ആ ഒരു ദിവസം ഇന്നും ആലോചിക്കുമ്പോഴും വല്ലാത്തൊരു അനുഭവമാണ്. ലക്ഷങ്ങൾ പോയി. ഞാനൊരു കാര്യം ചോദിച്ചു, അപ്പം നിങ്ങൾക്കൊരു ഇൻഷുറൻസോ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ബിസിനസ് കാര്യങ്ങൾ തുടങ്ങുന്നത്. എന്ത് ഷോപ്പ് തുടങ്ങിയിട്ട് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതിൽ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അറിയാലോ, ഒന്ന് വാലിഡായി വരണം എന്നുണ്ടെങ്കിൽ ടൈം അങ്ങനെ എല്ലാം കാരണം നമുക്കതിൽ ഇൻഷുറൻസോ ക്ലെയിം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ തുടക്കം വരുന്നത്. പൊട്ടിക്കരഞ്ഞു. പിന്നെ നിലത്തിരുന്ന് കരഞ്ഞു. ഇപ്പോഴും ആ ഒരു വിഷ്വൽസ് ഉണ്ട് മനസ്സിൽ. അപ്പോൾ ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു? കൂടെയുള്ളവരൊക്കെ എന്ത് പറഞ്ഞു? സപ്പോർട്ടായിരുന്നു എല്ലാവരും ഭാഗത്തു നിന്ന്. ഏറ്റവും കൂടുതൽ നമ്മളിതിൽ സപ്പോർട്ട് ചെയ്തത് വീണ് പോകരുത് എന്നുള്ള രീതിയിൽ വീണ്ടും ബാബുക്ക്, അലിക്ക, റാഫിക്ക് ഇവർ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു. അവിടുന്ന് വീണ്ടും നമ്മളെ കൈ പിടിച്ചുയർത്തി വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങാമെന്നുള്ള രീതിയിൽ ഒന്നേന്ന് തുടങ്ങി. അല്ല, ഒരിക്കൽ തോറ്റുപോയി. ശരിക്കും പറഞ്ഞാൽ 12ാമത്തെ ദിവസം ഒരു കടയിൽ പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ പറഞ്ഞത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന്. നിങ്ങൾക്ക് അപ്പോഴേ ഒരു വിഷൻ വല്ലതും ഉണ്ടായിരുന്നു? രക്ഷപ്പെടുന്നൊരു വിഷൻ ഉണ്ടായിരുന്നു? രക്ഷപ്പെടുമോ എന്നുള്ള വിഷനേക്കാൾ കൂടുതൽ എന്നെ എക്സ്പെക്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരു കുറ്റബോധം നമുക്കുള്ളിലുണ്ടായിരുന്നു. കുറ്റബോധം നമ്മളെ ഒരു കാരണം കൊണ്ടല്ലെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണല്ലോ അവർ ഇൻവെസ്റ്റ് ചെയ്തത്. അതിങ്ങനെ തകർന്നു പോവല്ലോ എന്നുള്ളൊരിതുണ്ടായിരുന്നു. അതായിരിക്കാം നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഊർജ്ജം തന്നത്. അങ്ങനെ വീണ്ടും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടു. കള്ളം കയറിയ കടയിലേക്ക് വീണ്ടും ഷട്ടറൊക്കെ ശരിയാക്കി അകത്ത് കയറി സെൻട്രൽ ലോക്കും വെച്ച് ഇൻഷുറൻസ് വാലിഡാക്കി അങ്ങനെ വീണ്ടും സ്റ്റോക്ക് വെച്ച് കച്ചവടം. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ ഈ സെൻട്രൽ ലോക്ക് വെച്ച് അതിൻ്റെ ഒരു കാരണം എന്താ? കാരണം ഷട്ടർ കുറച്ച് ഇതായിരുന്നു, വീതി കൂടുതലായിരുന്നു. അപ്പോൾ അവിടെ മോഷണം നടന്നത് ഈ ഷട്ടർ ബെൻഡാക്കിയിട്ടായിരുന്നു. കാരണം നമ്മളിത് ഒരു ചെറിയ ഫാൾട്ട് പറ്റിയിരുന്ന സെൻട്രൽ ലോക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. സെൻട്രൽ ലോക്ക് വെച്ച് അതുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അത്ര ഒരു മോഷണം നടക്കില്ലായിരുന്നു. ആ ഒരു തിരിച്ചറിവിൽ നിന്ന് സെൻട്രൽ ലോക്ക് വെച്ചു. അത് കഴിഞ്ഞ് ഇൻഷുറൻസ് ചെയ്തു. ഇനി കള്ളന്മാർ വന്നാൽ പോടെ പുല്ലേ. അതെ, ആ രീതിയിൽ വീണ്ടും നമ്മൾ തുടങ്ങി, ഒന്നേന്ന് തന്നെ തുടങ്ങി. അപ്പോൾ ഈ കട വീണ്ടും പുതിയതായിട്ട് ഓപ്പൺ ചെയ്തു. കച്ചവടമൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് കച്ചവടമൊക്കെ ചെറിയ രീതിയിൽ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഒന്ന് വിപുലീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
ആ സമയത്താണ് നമ്മുടെ സുജിത് ഭക്തൻ ഉണ്ടല്ലോ ബ്ലോഗർ, സുജിത്തേട്ടൻ എന്ന് വിളിക്കും, പുള്ളിക്കാരൻ നമ്മുടെ സ്റ്റോറിലോട്ടൊരു കസ്റ്റമറായി വരുന്നത്. അതിന് പുള്ളിക്ക് നേരെ പുള്ളിയുടെ ഫോൺ സർവീസായിട്ട് വന്ന സമയത്ത് തന്നെ നമ്മളുടെ ഡീലിങ്ങും അതുപോലെ തന്നെ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത നമ്മുടെ പറയുമ്പോൾ നമ്മുടെ വിസിബിൾ സർവീസ് സെൻ്ററാണ്, ഓപ്പൺ സർവീസ് സെൻ്ററാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ അവരുടെ ഫോണായിട്ട് വരുന്ന സമയത്ത് അവരുടെ ഫോൺ എന്താ ചെയ്യുന്നത് എന്നുള്ളത് കസ്റ്റമർക്ക് നേരിട്ട് കാണാൻ പറ്റും. അവരുടെ പ്രൈവസിക്ക് നമ്മൾ അത്രയും വില കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളത് കണ്ടപ്പോൾ പുള്ളിക്ക് തന്നെ താല്പര്യം തോന്നി. അപ്പോൾ പുള്ളിനോട് തന്നെ ചോദിച്ചു നമുക്കൊരു വീഡിയോ ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. പിന്നെ പുള്ളി നമുക്ക് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. വീഡിയോ എല്ലാം ഔട്ടായി. പിറ്റേ ദിവസം ഞാൻ രാവിലെ വന്ന് ഷോപ്പ് തുറക്കുമ്പോൾ കാണുന്നത് പാലക്കാട് നിന്നുണ്ടായിരുന്നു കസ്റ്റമർ. 9 വരെ 10 മണിക്കായി ഷോപ്പ് തുറക്കാറ്. സാധാരണ കട തുറന്നൊരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ കസ്റ്റമേഴ്സ് കയറി വരുള്ളൂ. ആ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ വീഡിയോ ഔട്ടായി പിറ്റേ ദിവസം കാണുന്നത് കടയുടെ പുറത്ത് തന്നെ ഒരു 5-6 പേര് നിൽപ്പുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിൽ പിക്ചർ മൊത്തത്തിൽ മാറി തുടങ്ങി. ഭക്തൻ വന്നൊരു വീഡിയോ ചെയ്യുന്നു, ആൾക്കാരത് കാണുന്നു, ഐഫോണിന് വേണ്ടി ഐകെയർ അല്ലാത്തൊരു സംരംഭം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു. അതെ അതെ, അങ്ങനെ ആൾക്കാർ മുഴുവൻ വരുന്നു. അത് പിന്നീട് കണ്ടിന്യൂ ചെയ്തു ആ കച്ചവടം. കച്ചവടം കണ്ടിന്യൂ ചെയ്തു. നമ്മൾ ആ സർവീസും അതുപോലെ തന്നെ മനോഹരമായിട്ട് തന്നെ കൊണ്ടുപോയി. അവിടെ നിന്ന് അങ്ങോട്ട് തൊട്ട് നമുക്ക് ആ ഒരു കാരണം പാലക്കാട് അതുപോലെ കോട്ടയം അവിടെ നിന്ന് ലോങ്ങിൽ നിന്ന് എല്ലാ കസ്റ്റമേഴ്സ് എത്തി തുടങ്ങിയത് കണ്ടപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തു, നമ്മൾ ബ്രാഞ്ചുകൾ വിപുലീകരിക്കുക എന്നുള്ള രീതിയിൽ മറ്റു സ്ഥലങ്ങളിലോട്ട് നമ്മൾ ബ്രാഞ്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ഭക്തൻ്റെ കസ്റ്റമർ വന്നപ്പോൾ മനസ്സിലായി ഇതിന് നാട്ടിലൊക്കെ സ്വീകാര്യത, ആളുകൾ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അടുത്ത ബ്രാഞ്ച് ഓപ്പൺ ആക്കി. പിന്നെ എവിടെയാണ് ബ്രാഞ്ച് വരുന്നത്? നമുക്ക് എടപ്പള്ളിയിൽ ബ്രാഞ്ച് വന്നതിന് ശേഷം പട്ടാമ്പിയിൽ വന്നു, തൊടുപുഴ, തിരുവല്ല, കോട്ടയം, പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ തൃശ്ശൂരിൽ ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാ ബ്രാഞ്ചുകളും ലാഭത്തിലാണ് നമുക്ക്? എല്ലാ ബ്രാഞ്ചുകളും ലാഭത്തിലാണ് പോകുന്നത്. അതിലുപരി നമുക്ക് 200+ നമുക്ക് സ്റ്റാഫുകളുണ്ട് ഇപ്പോൾ നിലവിൽ. ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് വലിയൊരു വളർച്ചയിലേക്ക് ആ ബ്രാൻഡ് മാറി. കാരണം ഏകദേശം ഒരു വീഡിയോ വന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അതൊരു പാൻഡമിക് ആ ഒരു സിറ്റുവേഷൻ സമയമായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന സമയമായിരുന്നു. വ്ളോഗുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം. പിന്നെ സുജിത്തേട്ടൻ്റെ ഒരു റീച്ച് കാര്യങ്ങളെ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സമയത്താണ് സുജിത്തേട്ടൻ സത്യം പറഞ്ഞാൽ ഒരു മാലാഖയെ പോലെ വരുന്നതും നമുക്ക് ആ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ തരുന്നതെല്ലാം. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഐഹബ് എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എല്ലാ മൊബൈൽ ഷോപ്പിലേക്ക് നമ്മൾ ചെന്നാലും ഓപ്പണായിട്ട് ഇങ്ങനെ നന്നാക്കണമെന്നും കാണാൻ പറ്റില്ല. ഒരു മുറിക്കുള്ളിൽ പോകുന്നു, ഒരു അടച്ചിട്ട മുറിയിലേക്ക് പോകുന്നു, 1 മിനിറ്റ് എന്ന് പറയുന്നു, പോകുന്നു, തിരിച്ചു വന്നിട്ട് അതിൻ്റെ IC പോയി, ചിപ്പ് പോയി എന്ന് പറയുന്നു. നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇതിനെ തുറന്നു വയ്ക്കാൻ തീരുമാനിക്കാനുള്ള ഒരു റീസൺ എന്താ? കാരണം നമുക്ക് കസ്റ്റമറുടെ പ്രൈവസി എന്നുള്ളതാണ് നമ്മൾ മെയിൻ തിങ് ആയിട്ട് എടുക്കുന്നത്. കസ്റ്റമറുടെ ഫോണിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ തന്നെ കാണിക്കുന്നു. പിന്നെ അതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവരെ ഫോൺ അഴിക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് നേരിട്ട് കാണാമല്ലോ ഇത് എന്തൊക്കെ സംഭവങ്ങൾ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് കാരണം തന്നെ അവർ അതിലൊന്നും കൂടെ കൺവിൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ പ്രൈവസി എന്നുള്ളതിന് ഒരു മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് കസ്റ്റമർ അതിൽ ഓക്കെയാണ്, ഹാപ്പിയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചത്, എല്ലാ കടകളും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും അവരെ ബാധിക്കില്ലേ? എല്ലാ കടക്കാരും അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് അറിയില്ല, നമ്മളെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മുടെ ഫോണുകളായിരിക്കും. അപ്പോൾ പ്രൈവസി അത്രയും പ്രധാനമാണ്. അപ്പോൾ എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാ ഷോപ്പുകളും ഈ രീതിയിലായി കഴിഞ്ഞാൽ ഇന്ന് പലർക്കും ഫോൺ സർവീസ് ചെയ്യാൻ കൊടുക്കാൻ തന്നെ പേടി ഈ ഒരു കാരണത്തോടാണ്. അപ്പോൾ ഈ ഇതുപോലെയുള്ള ഓപ്പൺ സർവീസ് സെൻ്ററുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം തന്നെ പോകും. ആളുകൾക്ക് അവരുടെ പ്രൈവസിയിൽ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കസ്റ്റമർക്കും ഒരു ഉറപ്പ് കിട്ടുമല്ലോ, വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നേരിട്ട് കാണാമല്ലോ അല്ലേ? മേ ബി അത് തന്നെ ആയിരിക്കും നമ്മുടെ വിഷയം. കാരണം വന്ന കസ്റ്റമർ തന്നെ പിന്നെയും വരുന്നതും അവർ റെഫറൻസ് ആയിട്ട് കസ്റ്റമർ വിടുന്നതും ഈ ഒരു ഓപ്പൺ സർവീസ് സെൻറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ആയിരിക്കാം. നമ്മൾ ഈ ഷോപ്പ് തുടങ്ങുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ആദ്യം പെൻറ്റയിലേക്ക് പോയി. പെൻറ്റയിൽ വെച്ചിട്ട് ആൾക്കാർ നമ്മളോട് പറഞ്ഞു നടക്കൂല എന്ന് പറഞ്ഞു. ഇത് ഏത് കാലഘട്ടത്തിലായിരിക്കും? 2017 കാലഘട്ടത്തിലാണ് പറയുന്നത്. 2026 എത്തി. ഏകദേശം 9 വർഷം നമ്മൾ പിന്നിട്ടു. അന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. എന്നാ പറയും അവർ? കാണാറുണ്ട്. അവർ പറയുന്നേക്കാൾ ഉപരി അവർക്ക് നമ്മളെപ്പോലെയുള്ള ആപ്പിൾ സ്പെഷ്യലായിട്ടുള്ള ഷോറൂമുകളും സർവീസ് സെൻ്ററുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഫോളോ ചെയ്തു മാർക്കറ്റിൽ തുടങ്ങേണ്ടെന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്. ഒരു സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മളെ ഫോളോ ചെയ്താണല്ലോ അല്ലേ വരുന്നത്. പിന്നല്ല അവരന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് വേണ്ടെന്നല്ലോ. പക്ഷേ അത് ശരിയല്ല എന്നുള്ള അവർക്ക് തന്നെ തോന്നിയല്ലോ. അതന്നെയല്ലേ ഏറ്റവും വലിയ സത്യം. അതുപോലെ ഞാനൊരു കാര്യം ചോദിച്ചു, ഞങ്ങൾ എല്ലാവരും ഫോൺ വാങ്ങുന്നവർ, ആപ്പിൾ അടക്കം എല്ലാ ഫോണുകളും വാങ്ങുന്ന ആളുകളാണ്. പക്ഷേ പലപ്പോഴും ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ ഒരു വാറണ്ടി ടൈം കഴിയുമ്പോൾ അതങ്ങ് നിന്ന് പോവുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ തന്നെ ഇപ്പോൾ ഐഫോണൊക്കെ എടുത്താൽ ഐഫോൺ ഓക്കെ കുഴപ്പമില്ല, മറ്റ് പല ഫോണുകളും ഒരു 2 വർഷമാണ് നമ്മുടെ ഒരു പീരീഡെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഈ ഫോൺ ഡെഡായിപ്പോവും. അല്ലെങ്കിൽ TV ആണെങ്കിൽ TV ആ ഒരു വാറണ്ടി പീരീഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ആ സാധനം ഡെഡായിപ്പോവും. പഴയ പോലെ 10 വർഷമോ 15 വർഷമോ ഒന്നും ഈ പ്രൊഡക്റ്റ് നിൽക്കുന്നില്ല. ഈ വില കൂടുന്തോറും ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയല്ല, ആളുകളുടെ ചിന്താഗതി തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മുൻപേക്ക് ഒരു 5-6 വർഷം മുൻപേക്ക് ആണെങ്കിൽ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്നത് 4-5 വർഷം ഉപയോഗിക്കാമല്ലോ എന്നുള്ള. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആളുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ഗാഡ്ഗറ്റ് സ്വന്തമാക്കുക എന്നുള്ളതിലാണ്. ഇപ്പോൾ തന്നെ പ്രീ ബുക്കിൻ്റെ കാര്യത്തിലൊക്കെ വന്നതിൽ ഇപ്പോൾ നമുക്ക് 17 സീരീസ് ഇറങ്ങിയ സമയത്ത് തന്നെ ഒത്തിരി പേരാണ് പ്രീ ബുക്ക് ചെയ്തിട്ടുള്ളത്. പലർക്കും ഫസ്റ്റ് ഡേ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരു ഫോൺ വാങ്ങുക, അതിൻ്റെ മാക്സിമം അതിൻ്റെ പരിപ്പെടുത്തതിൻ്റെ ശേഷം മാത്രം അടുത്തതിലോട്ട് പോകുക എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആളുകളുടെ ചിന്താഗതി മാറിയതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിന്താഗതി മാറിയതുകൊണ്ട് ഫോണും അത്രയും മതി ആ ഒരു കാലത്തേക്കാണ് നിൽക്കുന്നത്. ഒരു വർഷത്തേക്ക് ഉപയോഗിക്കുന്നു, അടുത്ത പുതിയ മോഡൽ വരുമ്പോൾ ആ പുതിയ മോഡലിലോട്ട് മാറുന്നു. ആളുകൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇപ്രാവശ്യം 17 Pro 17 Pro Max വാങ്ങിയ ആളുകൾ അടുത്ത വർഷം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ അടുത്ത മോഡലിലോട്ട് മാറുന്നു, പഴയത് കൊടുക്കുന്നു. ആ രീതിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഗാഡ്ഗറ്റ്സ് കയ്യിൽ വേണമെന്നാണ് ഇപ്പോൾ ഒരുവിധം ആളുകളുടെ എല്ലാം ഒരു ചിന്താഗതി. അവർ ചിന്താഗതിക്കനുസരിച്ച് കമ്പനികളും മാറുന്നുണ്ട്. ഈ ചിന്താഗതികൾക്ക് അപ്പുറത്തേക്ക് ഈ ഫോണുകൾ മാറുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഒരു ചിന്താഗതി പ്രകാരം ഞാൻ ഒരു 5 വർഷം ഒരു ഫോൺ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ 10 വർഷം ഒരു ഫോൺ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും സാങ്കേതികപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ? സാങ്കേതികപരമായ കാര്യങ്ങളില്ല, പക്ഷേ ടെക്നോളജിപരമായ കാര്യങ്ങളുണ്ട്. കാരണം ലേറ്റസ്റ്റ് ഫോണിലാണ് ലേറ്റസ്റ്റ് ടെക്നോളജികൾ വരുന്നത്. ഇപ്പോൾ ഇന്ന് വരുന്ന AI ടെക്നോളജി എല്ലാ ഫോണുകളിലും നിങ്ങൾക്ക് അവൈലബിൾ അല്ല. AI ഇപ്പോൾ ഐഫോണിൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ AI ടെക്നോളജി വരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ സാംസങ്ങിലാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് മോഡലുകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഗാഡ്ഗറ്റ്സ് തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ലാതായി മാറും. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു കാറ്റഗറി ഓഫ് കസ്റ്റമർ. ഇനി ഇതല്ലാതെ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ ഇപ്പോഴും പഴയ ഫോണുകൾ തന്നെ ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷേ ആപ്പിളൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അപ്ഡേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സ്വമേധയാൽ പുതിയ മോഡലിലോട്ട് മാറാൻ ബാധ്യസ്ഥരാകുന്നുണ്ട്. അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ സെക്യൂരിറ്റി അപ്ഡേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിർത്തുന്ന സമയത്ത് ഗൂഗിൾ പേ, വാട്സപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. അതുമാത്രമല്ല ഡാറ്റയ്ക്ക് തന്നെ സെക്യൂരിറ്റി ഇല്ലാതായി മാറുന്നു. ഇപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല സമയത്തും സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഫോണിൽ വരാറുള്ളത്. നമ്മളത് ചെയ്യണം, കാരണം അത് ക്രാക്കാക്കാനുള്ള രീതിയിലുള്ള പല കാര്യങ്ങൾ വരുന്ന സമയത്താണ് കമ്പനി പുതിയ പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. നമ്മൾ അപ്ഡേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങളും. അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പല സമയത്ത് ആപ്പിൾ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ് പറയുമ്പോഴാണ് വലിയൊരു പ്രശ്നം. ചില ആപ്പിളിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരു സ്ക്രാച്ചോ ഒരു വരയൊക്കെ ഡിസ്പ്ലേയിൽ വരും. അതേസമയം സാംസങ്ങിലൊന്നും അത് വരുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. എക്സാക്ട്ലി ഇതൊരു ആപ്പിൾ ഒരു ഹൈ പ്രൈസിന് വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേയിൽ പ്രശ്നം ഉണ്ടാവുകയും മറ്റ് ബ്രാൻഡുകൾക്ക് അത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ആപ്പിളിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലേ? അത് ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയെന്ന് പറഞ്ഞ പോലെയാണ്. കാരണം ഇതേ ഇഷ്യൂ സാംസങ്ങിലും വരുന്നുണ്ട്, വൺ പ്ലസിലും വരുന്നുണ്ട്, എല്ലാ ബ്രാൻഡുകളിലും വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും ആപ്പിളിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളൂ. ഇപ്പോൾ ആപ്പിളിൻ്റെ കേസിൽ തന്നെ പറയാമെന്നുണ്ട്, ആപ്പിളിൻ്റെ ഡിസ്പ്ലേ സപ്ലൈ ചെയ്യുന്നത് സാംസങ്, LG പോലുള്ള കമ്പനികളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആപ്പിളിൻ്റെ നല്ല കുറ്റം പറയേണ്ടത്. സാംസങ്ങിൻ്റെ ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് മോഡൽ പറയുന്നില്ല കറക്റ്റ് മോഡൽസ് ഏതെങ്കിലും, അതിലെല്ലാം അപ്ഡേഷനിൽ ഇതുപോലെ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ വൺ പ്ലസ് കമ്പനി തന്നെ ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് പോളിസി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ലൈൻ വരുന്നത് കാരണം. അതുകൊണ്ട് ആപ്പിൾ മാത്രമല്ല എല്ലാ ബ്രാൻഡുകളിലും ഈ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ വൺ പ്ലസ് അല്ലാണ്ട് വേറെ ആരെങ്കിലും ഇതിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടോ? സാംസങ് ഇപ്പോൾ ചില മോഡലുകൾ ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. സാംസങ്ങിനുണ്ട് ഈ പ്രശ്നം? സാംസങ് കൂടുതലാണ്. ഇല്ല, ഞാൻ ഒരു സാംസങ് ഉപഭോക്താവ് സമ്മതിച്ചു തരില്ല. കൂടുതലാണ്. ഈ നിങ്ങളുടെ ഒരു സർവീസ് പറഞ്ഞു, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്, അത് ആപ്പിളിൻ്റെ മാത്രം ചെയ്യുന്നതായിട്ടാണ് തുടങ്ങിയത്. ഇന്ന് നമുക്ക് ഏകദേശം 9-ലധികം ഷോറൂമുകളുണ്ട്, 200 ജീവനക്കാരുണ്ട്, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. അപ്പോൾ ഇന്ന് എന്തൊക്കെ സർവീസുകളാണ് iHub-ൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ സർവീസുകളൊക്കെ നമ്മൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സർട്ടൻ പീരീഡ് എത്തിയപ്പോൾ തന്നെ നമ്മൾ അതേ രീതിയിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും വളരുന്നു വരുന്നത് നമുക്ക് കാണാൻ ഇടയായി. ആ സമയത്താണ് നമുക്കൊന്ന് മാറ്റി പിടിക്കാം എന്നുള്ളൊരു ചിന്തയിലോട്ട് വന്നത്. അപ്പോൾ ഫോൺ സർവീസ് തന്നെയാണ് നമ്മളെ മെയിൻ തിങ്. അതിൻ്റെ ഒപ്പം തന്നെ പലർക്കും അവൈലബിൾ ആവുന്ന സർവീസസാണ് സ്പീക്കർ, അതുപോലെ തന്നെയുള്ള TV, അങ്ങനെയുള്ള പല ഡിജിറ്റൽ ഗാഡ്ഗറ്റ്സിൻ്റെ സർവീസുകൾ ഇന്ന് പലയിടത്തും അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും കൂടെ നമ്മൾ അഡീഷണലായിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഫ്യൂച്ചറായിട്ട് നമ്മളൊരു പ്ലാനിലുള്ളത്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പനമ്പള്ളി ബ്രാഞ്ചൊക്കെ അങ്ങനെയാണ്, നിങ്ങളുടെ വീട്ടിൽ എന്ത് ഗാഡ്ഗറ്റ്സ് ഉണ്ടോ, ഇലക്ട്രോണിക് ഉണ്ടോ, അതുമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഷോറൂമിലോട്ട് വരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗാഡ്ഗറ്റ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിലൊരു 50-50 ചാൻസാണുള്ളത്. ഒന്നില്ലെങ്കിൽ അത് ശരിയാക്കി എടുക്കാം, അല്ലെങ്കിൽ അതിനെ അതിന് നമുക്ക് ഒഴിവാക്കി മാറ്റാം. പക്ഷേ ഈ ഒരു 50 ചാൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളേത് കൊണ്ടുവരാം. നമ്മളെ കൊണ്ട് ശരിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കും. ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഒരു ചാർജ് ഈടാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളതിന് ചാർജും കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 56-ഇഞ്ചിൻ്റെ TV ഇപ്പോൾ എൻ്റെ ഓഫീസിലിരിക്കുന്നുണ്ട്, ഒരു TV, ഒരു സാംസങ്ങിൻ്റെ TV. അതെടുത്തൊരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി. അങ്ങനെയുള്ള സംഭവങ്ങൾ അവർ സാംസങ്കാർ വരുന്ന സർവീസ് ചെയ്യാൻ 10-40,000 രൂപ കോസ്റ്റ് വരും എന്ന് പറയുന്നു. ഞാൻ അത് വേണ്ടാന്ന് വെച്ച് കളയാൻ വേണ്ടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള TV നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾ സർവീസ് ചെയ്ത് തരും? സർവീസ് ചെയ്തെടുക്കാൻ പറ്റും.
സാധ്യത അപ്പോൾ അതിൻ്റെ പാനൽ അങ്ങനെയുള്ളതെല്ലാം ചേഞ്ച് ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഓക്കെ ആക്കി എടുക്കാം. നിങ്ങളിതൊരു ടി വി മാറ്റി വേറെ ടി വി എടുക്കാനാണെങ്കിൽ 55,000 രൂപ 60,000 രൂപ കൊടുക്കണം. സർവീസ് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പോലെ എമൗണ്ട് വരുന്നില്ല, പകുതിയിൽ താഴെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പറ്റാത്തതുകൊണ്ട്. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരും, അല്ലെങ്കിൽ നമ്മൾ സുല്ലിട്ടിട്ട് പോകും, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാമെന്ന് പറയും. കാരണം ഇതിൽ നമുക്ക് ചാൻസസ് പറയണം, കാരണം പോസിബിലിറ്റികളുണ്ട്, അതിനനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ ഒരു സംഭവം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ ഫോണും സർവീസ് ചെയ്യുന്നുണ്ട്. വിൽപ്പനയുണ്ട്, ഫോണിൻ്റെ വിൽപ്പനയുണ്ട്. ഇപ്പോൾ കറൻ്റ് നമ്മുടെ പാലാരിവട്ടം ബ്രാഞ്ചിലാണ് വിൽപ്പനയുള്ളത്. സ്റ്റാർട്ടിങ് തൊട്ട് അവിടെയുണ്ട്. ഇനി ബാക്കിയുള്ള ബ്രാഞ്ചുകളിലോട്ട് നമ്മൾ വിൽപ്പന എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. കാരണം എല്ലാ സ്ഥലത്തു നിന്നും കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ യൂസ്ഡ് ഫോണുകൾ അതുപോലെ ഫ്രഷ് ഫോണുകൾ EMI അങ്ങനെയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. അതെല്ലാവരും പാലാരിവട്ടത്തോടെ എത്തുന്നു. ഇപ്പോൾ കോട്ടയത്ത് നിന്നാണെങ്കിലും പട്ടാമ്പിൽ നിന്നാണെങ്കിലും ഇപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ അങ്ങോട്ടെല്ലാം സെയിൽസും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്ന പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. അതിലുപരിയായിട്ട് നമ്മൾക്കൊരു അടുത്തൊരു ഫ്യൂച്ചർ പ്ലാനായിട്ടുള്ളത്, ഇനിയിപ്പോൾ പറഞ്ഞല്ലോ, രംഗചേട്ടൻ തന്നെ പറഞ്ഞല്ലോ, ഓഫീസിലുള്ള ടി വി അത് എന്തുകൊണ്ട് എത്ര കാലമായിട്ട് സർവീസിന് കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് പൊക്കി കാറിൽ കയറ്റി കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അടുത്തൊരു ഫ്യൂച്ചർ പ്രൊജക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇത് വർക്ക് അറ്റ് ഹോം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ലൊക്കേഷനിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് ടേക്ക് ചെയ്ത് നേരെ നമ്മൾ സർവീസ് റൂമിലോട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് ക്ലിയർ ചെയ്ത് തിരിച്ച് അങ്ങോട്ട് ഡെലിവറി ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു സൈറ്റ് സർവീസ് എന്നുള്ള രീതിയിൽ പുതിയൊരു പ്രൊജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടെ നമ്മളൊരു ഔട്ട് ഓഫ് ഒരു നോർമൽ ഒരു സംശയമായിട്ട് ചോദിക്കുകയാണ്. എൻ്റെ ഒരു ഫോൺ കൊണ്ടുപോയി കൊടുത്തു, ശരിയായില്ല, ഉദാഹരണത്തിന് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ആയിരുന്നു, ഊരിയപ്പോൾ അത് കൂടി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്ന് കസ്റ്റമർ വൻ വിഷയം ഉണ്ടാക്കി, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഇത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടിയാണല്ലോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ തൊട്ട് എന്തെങ്കിലുമൊക്കെ കൂടെ കംപ്ലയിൻറ്റ് വരാം. ഒരു 10 ഫോണുകൾ കഴിക്കുന്ന സമയത്ത് ഒരെണ്ണൊക്കെ വരുമ്പോൾ നമ്മളതായിട്ട് സഹിക്കാറാണ്, നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാനാണ് നോക്കാറുള്ളത്. കാരണം ആ ഒരു കസ്റ്റമറെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുക. നമുക്ക് ചെറിയ ലോസ് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്റ്റാഫിനോട് എപ്പോഴും പറയാറുള്ളത്. അവരെങ്ങനെയാലും ഓക്കെ ആക്കി അങ്ങനെ കസ്റ്റമേഴ്സും വരാറുണ്ട്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കുറവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നീഷ്യന്മാരെല്ലാം ഗ്രാസ് ലെവലുള്ള ടെക്നീഷ്യന്മാരാണ്. ഒരു ടെക്നീഷ്യൻ്റെ മെയിൻ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു സാധനം റിപ്പയർ ചെയ്തെടുക്കുന്നില്ല, ഒരു ട്രബിൾ ഷൂട്ട് എന്നുള്ളതാണ്. എന്താണ് പ്രോബ്ലം എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളേത്ത് വരുന്ന പല ഫോണുകളും നമുക്ക് അഴിച്ചു നോക്കുമ്പോൾ പല സ്ഥാപനങ്ങളിൽ കൊടുത്ത ഫോണുകളായിരിക്കും. അതിലൊക്കെ നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഇതെന്താണ് ഇതിൻ്റെ കറക്റ്റ് കംപ്ലയിൻ്റ് എന്നുള്ളത് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എല്ലാ ഭാഗവും തോണ്ടി റിപ്പയർ ചെയ്ത് അത് നശിപ്പിച്ചിട്ടുണ്ടാവും. ഈ ഫോൺ ഫസ്റ്റ് തന്നെ നമ്മൾ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്നീഷ്യന്മാരെന്ന് പറയുമ്പോൾ എല്ലാവരും ഹൈ ക്വാളിഫൈഡ് ആയത് കാരണം, അതും നമുക്ക് 2 ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ഉണ്ട്, ഇവിടെ തന്നെ നിന്ന് പഠിച്ചു വരുന്ന ടെക്നീഷ്യൻസ് ആയത് കാരണം നമുക്ക് എന്തുണ്ട്, ഒരുവിധം കംപ്ലയിൻറ്റ്സ് നമുക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാറുണ്ട്. അന്ന് നിങ്ങളെ ഈ മേഖലയിലേക്ക്, ഫസലിനെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്ന റാഫിയാണ്. എന്തും ശരിയാക്കും റാഫി എന്നൊക്കെ പറയുന്നത് പോലെ ആ റാഫി തന്നെയാണോ പിന്നീട് ഈ ആളുകളെയും ടെക്നീഷ്യന്മാരെ കണ്ടെത്തിക്കൊണ്ടിരുന്നത്? അദ്ദേഹമായിരുന്നോ കൂടുതൽ ആൾക്കാരെയും കൂടെ എത്തിച്ചുകൊണ്ടിരുന്നത്? റാഫിക്കയുടെ കൂടെ മുൻപ് വർക്ക് ചെയ്തിരുന്ന കുറച്ച് പേരായിരുന്നു നമ്മുടെ കൂടെ ആദ്യം ടെക്നീഷ്യന്മാരായിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് റാഫിക്കെല്ലാം മാനേജ്മെൻറ്റ് രീതിയിലോട്ട് മാറിയ സമയത്ത് എന്ത് ചെയ്തു, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ചെയ്തു ഇവിടെ പനമ്പള്ളി നഗറിൽ. പിന്നീട് അതുവഴിയാണ് നമുക്ക് വേണ്ട ടെക്നീഷ്യന്മാരെല്ലാം നമ്മൾ വാർത്തെടുത്തത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒന്ന് പനമ്പള്ളി നഗറിലും പിന്നെ ഒന്ന് പെരിന്തൽമണ്ണയിലും. ഇപ്പോൾ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ടെക്നീഷ്യന്മാരായിട്ടിരിക്കുന്നതെല്ലാം. ഈ മൊബൈൽ ഷോപ്പിൽ കൂടാതെ ഇത് പഠിപ്പിക്കുന്ന ഒരു പരിപാടിയും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ നമുക്ക് വേണ്ടിയിട്ട് സ്റ്റാഫിനെ സൃഷ്ടിക്കാൻ ഒരു സ്ഥാപനം കൂടി അങ്ങ് തുടങ്ങിയെന്ന് പറയുന്നതായിരിക്കും. അതാണ് ഒരു ഹൈലി എന്താ പറയുക സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടുക. കാരണം നമുക്കൊരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നിരുന്നത് ക്വാളിറ്റിയുള്ള ടെക്നീഷ്യന്മാരെ കിട്ടുക എന്നുള്ളതാണ്. കാരണം പുറത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എല്ലാവരും നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. ആ സമയത്താണ് നമുക്ക് ഇങ്ങനൊരു ആശയം വന്ന് നമുക്ക് വേണ്ട ടെക്നീഷ്യന്മാരെ എന്ത് ചെയ്യും, നമ്മൾ തന്നെ വാർത്തെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്. അത് റാഫിക്ക് അവരുടെ പ്ലാൻ തന്നെയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ഇപ്പോൾ നമ്മൾ ടെക്നീഷ്യന്മാരെല്ലാം ഒരുവിധമെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചു വളർന്ന പിള്ളേരാണ്. അവരെയാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത്. അന്നൊരു 21 വയസ്സുകാരൻ പയ്യൻ കാനഡയ്ക്ക് പോകാതെ ഇവിടെ നിന്നു. ഇവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ സൃഷ്ടിച്ചെടുത്തു. ഇന്ന് 200-ലധികം ജീവനക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊരു വലിയ ടാസ്ക്കാണ് ഈ ജീവനക്കാരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. ഇന്ന് വരുന്നാൾ നാളെ വരില്ല, ജെൻസി ഉണ്ട്, വേറെ ഏജ് കാറ്റഗറി ഉണ്ട്. എങ്ങനെയാണ് ഈ ഫസൽ ഇവരെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? കൂടുതലായും സൗഹൃദം. കാരണം ആരും സ്റ്റാഫായിട്ട് അങ്ങനെയല്ല കാണുന്നത്, നമ്മൾ സുഹൃത്തുക്കളായിട്ട് തന്നെ കാണുന്നത്. പിന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞാലും രഘുചേട്ടനൊക്കെ അത് കാണാൻ പറ്റും. എല്ലാവരും വളരെ ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയറാണ് എപ്പോഴും. പിന്നെ ഞാനും അങ്ങനെയുള്ളൊരു പേഴ്സണാണ്, അതുകൊണ്ട് എല്ലാം അങ്ങനെ പോകുന്നു. അല്ല, ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇൻ്റർവ്യൂ തുടങ്ങിയപ്പോൾ മുതൽ നിർത്താതെ ഒരു ചിരിക്കുന്ന ഫേസാണ്. പലപ്പോഴും പല ആൾക്കാരും മസിലൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഫസലായിട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ട് ഈ ഇൻ്റർവ്യൂ ഒട്ടാകെ സംസാരിച്ച് പോകുന്നു. ഞങ്ങളെല്ലാവരോടും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്.
ഒരു സംരംഭകനായിട്ട് ഏകദേശം 9 വർഷം പിന്നിട്ടു. ജീവിതത്തിൽ ഏറ്റവും ഞാനങ്ങനെ ഒരു പ്രൗഡ് മൂമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം, ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ആ റോബറി നടന്ന ദിവസമായിരിക്കും. സന്തോഷം തോന്നിയ ഒരു മൊമെൻ്റ് പറയുമ്പോൾ എപ്പോഴും സന്തോഷം. കാരണം അന്നത് പൂട്ടിപ്പോകുന്ന കരുതിയൊരു സാധനം ഇന്ന് 9 ഷോറൂമും 2 ഇൻസ്റ്റിറ്റ്യൂട്ടും അതിലുപരി നമുക്ക് കേരള, തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നമുക്ക് AMC ഉണ്ട്, നമ്മൾ ഐഹബിൻ്റെ തന്നെ AMC ഉണ്ട്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ എപ്പോഴും സന്തോഷം തന്നെയാണ്. പിന്നെ ഈ ചോദ്യങ്ങളിൽ പ്രേക്ഷകർക്ക് വിട്ടുപോയൊരു ലിങ്ക് ഉണ്ട്. ഈ മോഷ്ടിച്ചുകൊണ്ട് പോയത് ബീഹാറികളാണെന്ന് തിരിച്ചറിഞ്ഞു. അവരെയൊക്കെ നമ്മൾ കണ്ടെത്തിയാലാണല്ലോ തിരിച്ചറിയാൻ പറ്റുള്ളൂ ബീഹാറികളാണെന്ന്. പോലീസ് ആ ഫോണും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തന്നു അതോ അതെല്ലാം തിരിച്ചു കിട്ടി? എന്താ സംഭവിച്ചത്? റിക്കവർ ചെയ്യാൻ പറ്റുമോ? പോലീസുകാരൊക്കെ നല്ലൊരു സപ്പോർട്ടായിരുന്നു കേട്ടോ. അവർ ആ കേസിൻ്റെ പുറകെ തന്നെ പോയി. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് പിടിച്ചത്. ഇത് ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഫോൺ നേരെ ബീഹാറിൽ കൊണ്ടുപോയി, ബീഹാറിൽ നിന്ന് നേപ്പാൾ ടെറിട്ടറിയിൽ കൊണ്ടുപോയി നമ്മളെ നാട്ടിൽ പറയുന്ന പോലെ മത്തി വിൽക്കുന്ന പോലെ എന്ത് ചെയ്തു, 1,50,000 ഒക്കെ ഫോൺ 5,000 രൂപയ്ക്കും 1,000 രൂപയ്ക്കും വിറ്റു. നമുക്ക് പിന്നെ ഒന്നും റിക്കവറി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ പിന്നെ അത് പോയ രീതിയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് റിക്കവറി എന്ന് വെച്ചാൽ കുറച്ച് ചാർജറുകളായിരുന്നു. ചാർജറും ബോക്സും മാത്രം കിട്ടി. കുറച്ചാലും എന്ത് ചെയ്താൽ ചാർജറുകൾക്ക് 100 രൂപ 200 രൂപയ്ക്ക് വിറ്റ് അതെങ്കിലും കാശാക്കി മാറ്റി. കത്തുന്ന പിറയിൽ നിന്ന് ഊരുന്ന കഴിക്കൊല്ലാമെന്ന് പറഞ്ഞാൽ കിട്ടിയതെടുത്ത് അങ്ങോട്ട് വിറ്റു. അങ്ങനെയാണ് മുന്നോട്ട്. ഇനി ഐഹബിനെ സംബന്ധിച്ച് വലിയൊരു വിഷൻ ഉണ്ടാകും. കാരണം ലോഗോ മുതൽ ഒരു വ്യത്യാസമുണ്ട്. ഫസൽ എന്ന് പറയുന്ന ഒരു ആൾ മുന്നിലുണ്ട്, തൊട്ട് പിന്നാലെ 3 ആളുകൾ കൂടെയുണ്ട്. ഒരു ടീമായിട്ടാണ് നിങ്ങൾ ഐഹബ് പോകുന്നത്. എന്താ നിങ്ങളുടെ ഒരു വിഷൻ? മുന്നോട്ട് എങ്ങനെയാണ് കാണുന്നത്? വരുന്ന 10 വർഷത്തിനുള്ളിൽ 5,000 കോടി ടേൺ ഓവറുള്ളൊരു കമ്പനിയാക്കി മാറ്റുക, അതാണ് എൻ്റെ വിഷൻ. 5,000 കോടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓവർ എമൗണ്ട് ആണോ? ഈ ഇൻഡസ്ട്രി അത്രയൊക്കെ സൈസ് ഉണ്ടോ? ഈ ഇൻഡസ്ട്രി അതല്ല, അതിനേക്കാൾ കൂടുതൽ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ള ഇപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. അതിനേക്കാളൊക്കെ മുകളിൽ നേടാൻ അതിനൊക്കെ മുകളിലോട്ട് എത്താൻ പറ്റും. കേരളത്തിന് പുറമെ ഇന്ത്യ ഒട്ടാകെ ഉള്ളതും, ഇന്ത്യ മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിലോട്ട് പോകണമെന്നാണ്. കാരണം എല്ലാവർക്കും ഉള്ള ഒരു സർവീസ് പാർട്ട്ണർ എന്ന രീതിയിലോട്ട് നമ്മൾ ഐഹബിനോട്ട് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്കളുടെ ആഗ്രഹം എത്രയും വേഗം സഫലമാകട്ടെ. ഞാൻ ഒരു കസ്റ്റമർ കൂടിയാണ്. എൻ്റെ ഫോൺ പലപ്പോഴും ശരിയാക്കാൻ നിങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം സർവീസ് സെൻറ്ററിൽ ഞാനും കണ്ടത് ഈ ഓപ്പണായിട്ട് നോക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്, എന്താണ് ഈ ഫോൺ നന്നാക്കാൻ കൊടുത്തു, അതിൽ നിന്ന് വീഡിയോ ലീക്കായി, അത് ലീക്കായി, പേഴ്സണൽ ഫോട്ടോ ലീക്കായി, ഭയങ്കര പ്രശ്നങ്ങളും ആത്മഹത്യകളിലേക്ക് വരെ എത്തിയ കാര്യങ്ങൾ പത്രങ്ങളിൽ നിന്നും നേരിട്ടും അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാണ് ഐഹബ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റ് വലിയ ബ്രാൻഡുകൾക്കും ചെറിയ ബ്രാൻഡുകൾക്കും പിന്തുടരാവുന്ന ഒരു മോഡൽ ഇതിലുണ്ട്. എല്ലാ സർവീസ് സെൻ്ററുകളും ഓപ്പൺ ആണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ഞാനും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് അത് ചിലർക്ക് പറ്റില്ലാത്തത് കൊണ്ടായിരിക്കാമെന്ന്. പക്ഷേ ഫസൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. ആർക്കും അതൊരു വലിയൊരു ടാസ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നൊരു കാലം വരട്ടെ എന്ന് ചിന്തിക്കുകയും കൂടെ ചെയ്യണം. അതൊരു ശരിക്കും പറഞ്ഞൊരു വിപ്ലവകരമായ ഒരു മാറ്റമാണ്. കാരണം ഒരു ബ്രാൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ മറ്റ് ബ്രാൻഡുകളും അങ്ങനെ ചെയ്യാൻ തയ്യാറാകട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ താങ്കളുടെ സ്വപ്നം 5,000 കോടി രൂപയുടെ സ്വപ്നമാണ്. അതിനേക്കാൾ ഉപരി അത്രയും നല്ലൊരു സർവീസ് പാർട്ണർ ആകുക എന്ന് പറയുന്ന വലിയൊരു വിഷനുമുണ്ട്. ഈ വിഷനൊക്കെ നേടിയെടുക്കാൻ നിങ്ങളുടെ ഈ പ്രായം കൊണ്ട് ഇനി വരാൻ പോകുന്ന 10 വർഷങ്ങൾ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അടുത്ത 10 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ 5,000 കോടി വിറ്റുവരവുള്ള വലിയൊരു സംരംഭകനായി മാറട്ടെ. എല്ലാവിധ വിജയങ്ങളും നേരുകയാണ്. ജീവിതത്തിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സ്പാർക്കിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.